ஆச்சு, என்ன பண்றீங்க? வெங்காயம் கட்டியது ஃப்ரைட் ரைஸ் ஃப்ரைட் ரைஸ் பண்ணலாங்கிற ஒரு ஐடியாவில் இருக்கோம். அது நான் இல்லை, சீதாக்காவோட ஸ்பெஷல். அந்த அக்காவுக்கு தெரிஞ்ச ஒன்று ஃப்ரைட் ரைஸ் தான். நீ இது வரைக்கும் இது കഴിച്ചിട്ടില്ല? இல்லை ഇവിടെ ഇത് വേണ്ട ചേച്ചി. ആൾക്കാർ ഇങ്ങനെ എടുക്കുമല്ലോ, ഇങ്ങനെ എടുക്കുന്നത് വരണം, പിന്നെ ഇങ്ങനെ എടുത്ത് കുത്തണ വരണം, കണ്ണി കൂടെ വെള്ളം വരുന്നു. என்ன பண்ண പോறீங்க? അടുത്ത സോസേജ്. സീതാക്ക സ്പെഷ്യൽ ഫ്രൈഡ് റൈസ്. ഇത് സോസേജ് കൊണ്ട് ഉണ്ടാക്കുന്ന ഫ്രൈഡ് റൈസ്. ചിക്കൻ ഫ്ലാങ്ക്സ് എന്നും പറയാം. വിരളെന്ന് വിചാരിച്ച് വെട്ടണം. എനിക്കത് വിരൽ മാറ്റി തരില്ല. എന്തോന്നും കാര്യം തരുന്നു ചേച്ചി, நான் விரல் மாதிரி தெரியல, சாசேஜ் மாதிரி தெரியுதுன்னு சொன்னேன். ஃப்ரெண்ட்ஸ், நம்ம பார்த்தீங்கன்னா அதுக்குள்ளே கொஞ்சம் முறுக்கு சாப்பிடுவோம். சீதாக்காவோட கல்யாணத்தையே அர்ப்பணிச்சிருக்காங்க நம்ம விளாகுக்காக. ഇപ്പൊ മനസ്സിലായി ആരാണ് എന്റെ ജീവിതത്തിൽ എലിമിനേറ്റ് ചെയ്യാണ്ടായിരുന്നു. சாசேஜ் போட்டு ஃப்ரைட் ரைஸ் பண்ணுறது நான் இப்போ தான் பார்த்துருக்கேன். இது கொஞ்சம் புதுசா இருக்கு, ரொம்ப வெரைட்டியா இருக்கு. உண்மையிலே ஃப்ரைட் ரைஸ் பண்ண தெரியுமா? ஆமா, நம்ம ஒண்ணு கேட்டா நம்மள அசர வைக்கிற மாதிரி ஒரு பதில் சொல்வார் பாரு, அது நமக்கு இங்க புரியாது, வீட்டுக்கு போனா தான் புரியும். பண்ண தெரியுமா? ஆமா. இந்த கிச்சனை ஏற்கனவே பார்த்திருப்பீங்க டீ குடிக்கிற vlogல. கிச்சன் கொஞ்சம் மோசமா தான் இருக்கும். நீ என்ன நீ ஃப்ரெண்ட்ஸ் ன்னு പറയുന്നത്? நியூ ட்ரெண்டிங் ചേച്ചി, பிராண்ட்ஸ். ഉള്ള ആൾക്കാരും കൂടെ പോവും. ഇത് കുറച്ച് ഇത് ഓയിൽ നല്ല വൃത്തിയാ ഒഴിച്ചിട്ട് അതിൽ ഇട്ട് കൊടുക്കണം. ഒന്നുകൂടി ഇട്ട് കൊടുക്കാം. കണ്ട ഇപ്പൊ കറക്റ്റായി. ഇനി നമ്മൾ ഇതെല്ലാം എടുത്തിട്ട് കൊടുക്കാം. ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന രീതിയിൽ வந்தது எதுக்குன்னு தெரியல, முழு சமையல்காரனாவே மாறிட்டியப்பா. ஃபுட் உണ്ടെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ. ஆனா ஒரு ஃப்ரைட் ரைஸ் பண்றேங்கிற பேர்ல ரொம்ப பண்ணிட்டு இருக்க நீ. ആക്ച്വലി എനിക്ക് കുക്കിംഗ് പഠിക്കണമെന്നായിരുന്നു ഭയങ്കര ആഗ്രഹം. പിന്നെ അതിൻ്റെ അകത്തൊരു കഴിവില്ലെന്ന് വിചാരിച്ച് சீதாக்காவோட அப்பா அம்மா கேட்டுக்கங்க, அவங்களுக்கு வந்து டாக்டர் படிக்க விருப்பமே இல்லையாமா. பட் ஏதோ நீங்க சொன்னீங்கிறதுக்காக சேர்ந்துருக்காங்க. என்ன எதுன்னு இன்னைக்கு ஃபோன் பண்ணி இந்த vlog எப்போ அப்லோட் ஆகுதோ ஃபோன் பண்ணி கேட்டுக்கங்க. ഇനി നമുക്ക് ഇത് ഇടാൻ പോകുന്ന സോസസ് ഏതൊക്കെയാണെന്ന് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. സോയ സോസ്, അടുത്ത് ചൈനീസ് സോസ്. ഈ രണ്ട് ഓയിസ്റ്റർ സോസും കൂടെ ഇടും. പക്ഷെ ഈ കടയിൽ ഓയിസ്റ്റർ സോസ് ഇല്ലാത്തത് കാരണം എല്ലാം വേണമെന്നില്ല, ഉള്ളത് വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. എഡിറ്റ് ചെയ്യുമ്പോഴുണ്ട് നിങ്ങൾക്ക് നല്ല ഫ്രൈഡ് റൈസിന്റെ നല്ല ഒരെണ്ണം കാർട്ടൂണിൻ്റെ ഇതൊക്കെയാണ്. ഇത് സോസേജ് ഓൾറെഡി കുക്ക്ഡ് ആയിട്ടുള്ള സോസേജ് ആണ്. സോ അതിനുശേഷം നമ്മുടെ മാജിക്കൽ സോസ് നമ്മൾ ഒഴിക്കണം. സോയ സോസ് ഓൾറെഡി കരിഞ്ഞിരിക്കുകയാണ്. ഇപ്പം കൂടെ കരിഞ്ഞ അതിൻ്റെ ഇത് വരും. പിന്നെ നമ്മുടെ ഈ സോസാണ് മെയിനായിട്ട് ഒഴിക്കണം. പക്ഷേ ഇത് സോസ് കുറഞ്ഞു പോയി. ഉള്ളത് വെച്ച് നമുക്ക് ഇതിൻ്റെ കൂടെ ഞാൻ മുട്ട ഇടത്തില്ല, സെപ്പറേറ്റ് ആക്കിയിട്ട് മുട്ട ഇടത്തുള്ളൂ. ഇപ്പം ഇത് ചെയ്തത് കോരി മാറ്റി വെച്ചിട്ട് നമുക്കിതിനകത്ത് മുട്ട ആഡ് ചെയ്യാം. നോക്ക്, നൈസ് കണ്ട. കുറച്ച് എണ്ണ, സ്ക്രാമ്പിൾ ചെയ്ത് സോസ് ഒഴിച്ച് എല്ലാം സ്ക്രാമ്പിൾ പരുവത്തിലായി വരെയാണ്. ജസ്റ്റ് കുറച്ച് സോസും കൂടെ ആഡ് ചെയ്യും. ഈ ഉണ്ടാക്കിയതും കൂടെ ഇതിൻ്റെ അകത്തോട്ടിട്ട കേക്ക് ഓഫ് தெரியுமா? என்னடா பெரிய கேப்பாப்பு இப்பா தெரியுமா ചേച്ചി? ഇതാണ് ഇതിന്റെ മസാല എന്ന് പറയുന്നത്. ഇനി നിങ്ങൾക്ക് കുറച്ച് എരിവ് വേണമെങ്കിൽ നിങ്ങൾക്ക് പെപ്പർ ഇതിൽ ആഡ് ചെയ്യാം. എനിക്ക് தெரியாம പെപ്പർ ഒളിച്ചു വെച്ചിട്ടീங்களா? അതെ, ഇവിടെ ഒരാൾ പെപ്പർ ഭ്രാന്തനാണ്. പെപ്പർ എപ്പോൾ കണ്ടാലും എടുത്ത് എന്തെങ്കിലും ഇട്ട് ഇതാവും. നമുക്ക് അപ്പം കിട്ട കൊണ്ടുപോകണം. சொல்லுங்கடா என்ன பண்ணணும்? നല്ല ഒരു ഷെഫ് കിട്ട നീ കൊണ്ടുപോകണം. சொல்லுங்கடா என்ன பண்ணணும்? ഓ, നീയാ ഷെഫ്. ഇത് കുരുമുളക് ഇട്ട് ആ ഫുഡിന് വൃത്തിയേടാക്കുന്ന ഷെഫ് ഉണ്ടെങ്കിൽ ഇവ മാത്രമേ ഉള്ളൂ. ഇനി നമ്മൾ ഇതിനകത്തോട്ട് കുറച്ച് സോൾട്ട് ആണ്. பண்ண தெரியுமா? ശരി, അത് എനിക്ക് தெரியாതുകൊണ്ട് ഞാൻ ഇങ്ങനെ തമ്പി ഇടലോട്ട് കൊടുക്കുക.
അതൊന്ന് മിക്സ് ചെയ്ത് തന്നാൽ നന്ദു, കാരണം നന്ദു ആണ് ഇവിടുത്തെ സ്ട്രോങ് മാൻ. ஸ்ட்ராங் வேணல, நான் ஒரு செஃப் அப்படின்னு வெளியே சொல்லிக்குவாங்க. ഇത് ആരുടെ അടുത്ത് പറയരുത് ഗൈസ്. நிறைய அவார்ட்லாம் வர வேண்டியது இருக்கு. എന്തോ നിന്റെ செஃப்ங்கிற அவார்ட்லாம். பாத்தீங்கன்னா சீதாக்காவோட ஃப்ரைட் ரைஸ் ரெடி. இனி சாப்பிட்டு பார்த்துட்டு தான் எப்படி இருக்குன்னு தெரியும். டேஸ்ட் செம்மையா இருக்கு. அப்படியா? சமைச்ச நீங்களே சொல்லக்கூடாது, நாங்க சொல்லணும். அப்படி ஆளுங்க சொல்லணும். அப்படியான்னு வீடியோ உள்ளவருக்கு டேஸ்ட் நான் வந்து சப்ஸ்கிரைபரை வந்து எப்போ ஏமாத்த மாட்டேன். ரியாலிட்டி என்னன்னா அது மட்டும் தான் சொல்லுவோம் நம்ம சேனல்ல. அப்ப ரியாலிட்டி